ഇപ്പോൾ മാത്തൂരിൽ സിജു കണ്ണൻ ചേരുകയാണ്. സിജു, നേരത്തെ ഡോക്ടർ പി സരിൻ താങ്കളോടൊപ്പമുള്ളത് ഞങ്ങൾ ലൈവായി കണ്ടു. 130 ബൂത്തുകൾ പോയി കണ്ടു, അല്ലെങ്കിൽ അത് കവർ ചെയ്തു. ഇനി 150എങ്കിലും കവർ ചെയ്യണമെന്നാണ്. 184, അതായത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മിടുമിടുക്കനായ സ്ഥാനാർത്ഥി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ ചടുലമായി തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസവും പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന് 5 ആഴ്ചക്കാലം കേട്ടതും കണ്ടതുമായ കാര്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ്. നിലവിൽ ഔട്ടർ ആകട്ടെ ഇന്നർ ആകട്ടെ ബൂത്തുകളിൽ ഇരിക്കാൻ UDFനും NDAയ്ക്കും ഏജന്റുമാർ പോലും തയ്യാറാകുന്നില്ല. അവസാനമായപ്പോൾ അവർ കളഞ്ഞിട്ട് പോവുകയാണ്. ഇതൊക്കെ തനിക്ക് നൽകുന്ന ആത്മവിശ്വാസം സംബന്ധിച്ച് പറഞ്ഞു. ഇനി 1.25 മണിക്കൂറേ ഉള്ളൂ പാലക്കാട് ജനതയ്ക്ക് അവരുടെ സമ്മതിദാനം വിനിയോഗിക്കാൻ കൂടി. സിജു കണ്ണൻ. അജിംഷാദ്, 1 മണിക്കൂറും 10 മിനിറ്റുമാണ് ഇനി പാലക്കാടിൻ്റെ വിധിയെഴുത്തിന് അവശേഷിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനുമായി സംസാരിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതലുള്ള ആവേശം അതേപടി ഈ പോളിംഗ് ദിവസവും നിലനിർത്തുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഈ പാലക്കാടിൻ്റെ കണ്ണാടി, മാത്തൂർ, പിരായിരി, അതോടൊപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും എത്തി, ഓരോ മുക്കും മൂലയിലും എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടിരുന്നു. ഇന്ന് ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. 130 പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ 4:30 വരെ, അത് 150ലധികം പോളിംഗ് ബൂത്തുകളിലെങ്കിലും എത്തണമെന്നാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവിടെയുള്ള സംവിധാനങ്ങൾ എന്താണ്, വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടർമാർക്കുള്ള സൗകര്യമുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടതാണ്. പല സ്ഥലങ്ങളിലും UDFന് ഇരിക്കാൻ ബൂത്ത് ഏജന്റുമാർ പോലുമില്ല. വലിയ ആത്മവിശ്വാസമാണ്. ഈ അവസാന മണിക്കൂറുകളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും ഈ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഓട്ടം അദ്ദേഹം തുടരുകയാണ്. അതിനിടയിൽ അദ്ദേഹവും ഭാര്യയും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം തന്നെ അല്പസമയം മുമ്പ് സച്ചിൻ തന്നതാണ്. എങ്കിലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി വൈകിട്ട് 4:30 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 62.02%. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനത്തോട് അടുക്കുന്നു. ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഉച്ചയ്ക്കുണ്ടായിരുന്ന മന്ദഗതിയിലുള്ള പോളിംഗ് മാറി ഇപ്പോൾ ഭേദപ്പെട്ട പോളിംഗിലേക്ക് എത്തുന്നു. 75.27% കഴിഞ്ഞ തവണത്തെ പോളിംഗ്. പാലക്കാട് നഗരസഭ, അതോടൊപ്പം തന്നെ കണ്ണാടി പഞ്ചായത്ത്, മാത്തൂർ പഞ്ചായത്ത്, പിരായിരി പഞ്ചായത്തിലെല്ലാം ഈ അവസാന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മനു കൂടെ ചേരുന്നുണ്ട്. മനു, ഇന്ന് 1 മാസക്കാലം പ്രചാരണ രംഗത്ത് ഇവിടെ വളരെ സജീവമായി വാർത്തകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്ന ആളാണ്. വിധിയെഴുത്തിന്റെ അവസാന മണിക്കൂറുകളിൽ മനു ഇന്ന് മാത്തൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിലും നഗരമേഖലകളിലും എല്ലാം സഞ്ചരിച്ചപ്പോൾ പാലക്കാട് പോളിംഗിന് പൊതുവെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സിജു, അതിനു മുമ്പ് പോളിംഗ് ശതമാനത്തിൽ ചെറിയൊരു തീർത്തു കൂടി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ 4:45 അവസാന പോളിംഗ് ശതമാനം നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ 60.70% എന്ന രീതിയിലേക്ക് പോളിംഗ് ശതമാനം മാറിയിരിക്കുകയാണ്. നേരത്തെ വന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 60.70% ഇപ്പോൾ നമ്മുടെ മുൻപിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ കുറച്ച് സമയം ഒരു മന്ദഗതിയിലായിരുന്നു പോളിംഗ് പൊയ്ക്കൊണ്ടിരുന്നത്. 12 മണിയോടുകൂടി പോളിംഗ് വലിയ തോതിൽ മന്ദഗതിയിലായിരുന്നു, ആളുകൾ കുറവായിരുന്നു. പക്ഷേ വീണ്ടും ആളുകൾ ബൂത്തുകളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. നേരത്തെ സരിൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പങ്കുവച്ചതും അത് തന്നെയായിരുന്നു. ഇനിയൊരു കാരണം സരിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു അനുകൂലമായ ട്രെൻഡിലേക്ക് പോകുന്നു എന്നൊരു ആത്മവിശ്വാസമാണ് സരിൻ സംസാരിച്ചപ്പോൾ പ്രകടിപ്പിച്ചത്. ബൂത്തുകളിൽ ഇരിക്കാൻ UDFന് ഏജന്റുമാർ പോലും ഇല്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ സരിൻ നമ്മളോട് നടത്തുകയുണ്ടായി. ഏതായാലും അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നിലവിൽ LDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന കണക്കുകൾ വരുന്നുണ്ട് എന്നതാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും പോളിംഗ് ശതമാനം 60ലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയൊക്കെ ലീഡ് കിട്ടിയ പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോളിംഗ് ശതമാനം ഉയരുന്നത് അവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിലയിരുത്തലുകൾ വന്നു പോകുന്നു. ഏതായാലും നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ രാവിലെ മുതൽ തന്നെ പോളിംഗിലേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. ഉച്ചയ്ക്ക് മന്ദഗതിയിലായത് സ്വാഭാവികമായും പാലക്കാടിന്റെ ഒരു ചൂടും ആളുകളൊക്കെ ജോലിക്ക് പോയ സാഹചര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് മന്ദഗതിയിലായത്. ഏതായാലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ അടുത്തെങ്കിലും എത്തുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് തന്നെ പോകേണ്ടി വരും. ഒരു സമയത്ത് എനിക്ക് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. കാരണം വളരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അന്തിമമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ലെങ്കിലും ചിലപ്പോൾ ആളുകൾ കൂടുതലായി വന്നേക്കാം. ഇപ്പോൾ കഴിഞ്ഞ തവണത്തോട് അടുപ്പിച്ച് പോളിംഗ് എത്തുന്നു. തീർച്ചയായും കഴിഞ്ഞ തവണത്തേതിന് അടുപ്പിച്ച് പോളിംഗ് എത്തുന്നു. ഏകദേശം ഒരു 1%-1.5% വ്യത്യാസം മാത്രമാണ് നിലവിൽ ഈ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 6 മണിക്ക് പോളിംഗ് അവസാനിക്കും. പക്ഷേ ആ സമയത്ത് ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകുമല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിന്റെ അടുത്തേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇനി അത് ആ ട്രെൻഡ് എങ്ങനെ പോകുന്നു എന്നത് സ്വാഭാവികമായി നമുക്ക് 23-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നേരത്തെ സരിൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, 30 ബൂത്തുകളിൽ വലിയ ആളുകൾ
ഉണ്ട്, നീണ്ട നിര തന്നെയുണ്ട്. അപ്പോൾ ചിലപ്പോൾ പോളിംഗ് കഴിയാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്ന്. അപ്പോൾ പോളിംഗ് ശതമാനം അന്തിമ കണക്ക് വരുന്നതിന് കുറച്ച് രാത്രിയോടുകൂടി. അതെ, സ്വാഭാവികമായും 7 മണിക്ക് ശേഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ തന്നെ 51ാമത്തെ നമ്പർ ബൂത്തിൽ മെഷീൻ ഒരു ചെറിയ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ വൈകുന്നുണ്ടായിരുന്നു. അപ്പോൾ സരിൻ അവിടെ ചെന്നപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഇവിടെ ചെറിയൊരു പ്രശ്നം മൂലമാണ്, നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ സമാധാനിക്കുന്നൊക്കെ ഉണ്ട്. അത് ചില ബൂത്തുകളിൽ അങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും കുറച്ചുകൂടിയൊക്കെ വൈകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇനിയൊരു ഒഴുക്കിന്റെ സമയമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആളുകളൊക്കെ കൂടുതൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ആളുകളൊക്കെ തിരിച്ചു വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പോളിംഗ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനത്തിൽ കുറഞ്ഞു പോകുമെന്നൊരു ആശങ്കയിലേക്ക് പോകണ്ട. കഴിഞ്ഞ തവണത്തതിന് അടുത്ത് തന്നെ എത്തുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ട്രെൻഡ് എങ്ങനെ വായിച്ചെടുക്കാമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ആത്മവിശ്വാസത്തിന് LDF സ്ഥാനാർത്ഥി ഇപ്പോൾ ഇവിടെ വന്നു പോയതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാൽ ആത്മവിശ്വാസത്തിന് തെല്ല് പോലും കുറവില്ല. കാരണം 130 ബൂത്തുകൾ സന്ദർശിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് അജിംഷാദ് ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 130 ബൂത്തുകൾ, 184 ബൂത്തുകൾ, 4 ഓക്സിലറി ബൂത്തുകളടക്കം, അതിൽ 130 ബൂത്തുകൾ ഈ സമയം കൊണ്ട് സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അതായത് സാധ്യമാകാത്ത കാര്യം. ഒരു സ്ഥാനാർത്ഥിക്ക് അത്രത്തോളം സാധ്യമാകുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പരമാവധി ഇനി 150 മേലെ ബൂത്തുകളിലെത്തണം. ആദ്യം തൊട്ടുള്ള ഒരു ഊർജ്ജസ്വലതയുണ്ടല്ലോ, അത് നിലനിർത്തുന്നു ഇപ്പോഴും. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം മുതൽ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ സമയത്ത് തുടങ്ങിയ ആ ഊർജ്ജം ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നു എന്നത് LDF ക്യാമ്പിൽ ഡോക്ടർ സരിന്റെ സ്ഥാനാർത്ഥം ഉണ്ടാക്കിയ ഒരു ഊർജ്ജം ചെറുതല്ല. അത് ആ രീതിയിൽ തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ 184 ബൂത്തുണ്ട്, 180 ബൂത്ത്, 4 ഓക്സിലറി ബൂത്ത്, അധിക ബൂത്ത് അടക്കം 84 ബൂത്തുണ്ട്. ഇത്രയും ബൂത്തുകളിൽ ഓടിയെത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം രാവിലെ മുതൽ 7 മണി മുതൽ ആദ്യ മിനിറ്റ് മുതൽ തുടങ്ങിയതാണ്. അത് ഈ നിമിഷവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 130ാമത്തെ ബൂത്ത് സന്ദർശിച്ച് നേരെ പല്ലഞ്ചാത്തന്നൂരിലേക്കാണ് പോയിരിക്കുന്നത്. അതിനിടയിൽ പോയി വോട്ടിന്റെ അതെ, അതിനിടയിൽ 2:30 പോയി വോട്ടും രേഖപ്പെടുത്തി. ഇതൊക്കെ ചെയ്ത് ആദ്യം ഒരു തവണ വോട്ട് ചെയ്യാൻ പോയതാണ്. പക്ഷേ ആ സമയത്ത് അതെ മെഷീന്റെ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഏകദേശം ഒരു മണിക്കൂർ അങ്ങനെ പോയി ഒന്ന് കൂട്ടിക്കൂ. എന്നിട്ടും 130 ബൂത്ത് സന്ദർശിക്കാൻ കഴിഞ്ഞുവെങ്കിൽ മുഖ്യമന്ത്രി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതല്ല, വളരെ ചടുലനായ മിടുമിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതൊരു അംഗമായി തന്നോടൊപ്പം, തൻ്റെ സർക്കാരിനോടൊപ്പം അല്ലെങ്കിൽ തൻ്റെ പക്ഷത്തോടൊപ്പം ചേർക്കണമെന്ന് പറഞ്ഞതിലെ ആ മിടുമിടുക്കൊക്കെ ബോധ്യമാക്കുന്നതാണ് സരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ചടുലതയും.